വെൽക്കം ബാക്ക് ടു അനദർ സെക്ഷൻ. ഓക്കെ, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സൈഡ് ഡിഷ് എന്ന് പറയാം. സൈഡ് ഡിഷ് എന്ന് വെച്ചാൽ സൈഡ് ഡിഷാണോ അല്ലെങ്കിൽ സാലഡാണോ എന്ന് പറഞ്ഞാൽ രണ്ടുമാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാലഡാണ്, കോൾസ്ലോ. ഓക്കെ, ഇത് നമ്മൾ ഗ്രിൽ ഐറ്റം, അതുപോലെ ഫ്രൈഡ് ഫിഷ്, സാൻഡ്വിച്ച്, ബർഗർ എന്നിൻ്റെ കൂടെ അക്കമ്പനിമെൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ് അല്ലെങ്കിൽ സാലഡ്സ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കോൾസ്ലോ സാലഡിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ക്യാബേജ് ഒരു സ്മോൾ ക്യാബേജ് ആയിരുന്നു, അതിൻ്റെ ഒരു ക്വാർട്ടർ ഭാഗം നമ്മൾ ഉപയോഗിച്ചു. അതുകൂടാണ്ട് ഒരു ക്യാരറ്റിൻ്റെ പകുതി, അതായത് സ്മോൾ ക്യാരറ്റ് എന്ന് പറയാം, ഒരു ക്യാരറ്റ് അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ജൂലിയനാണ്, ഇതെല്ലാ വെജിറ്റബിൾസും ജൂലിയനാണ്. അതുകൂടാണ്ട് നമ്മൾ ക്യാപ്സിക്കം പകുതി എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ സീഡ് കളഞ്ഞ് അതിൻ്റെ വൈറ്റ് പാർട്ട് കളഞ്ഞതിന് ശേഷം അതും ജൂലിയനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സാണ്, ആപ്പിളാണ്. ആപ്പിൾ നമ്മളൊരു മീഡിയം ടൈപ്പ് ആപ്പിൾ, അതിൻ്റെ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട്. പകുതി തിൻ സ്ലൈസ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും അതിനെ ജൂലിയനാക്കി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ജൂലിയനാണ്. ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സോൾട്ടും പെപ്പറും അതുകൂടാണ്ട് ലെമൺ ജ്യൂസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെമൺ ഇവിടെ വെജ്ജസ് ആയിട്ട് ഒരു ലെമണിൻ്റെ വെജ്ജസ് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. കോൾസ്ലോ മിക്സ് ചെയ്യാൻ പോണ് നമ്മൾ. ഓക്കെ, ആപ്പിൾ, ക്യാബേജ്, ഓൾ ദിസ് വെജിറ്റബിൾ, ക്യാപ്സിക്കം, ഓക്കെ, ആൻഡ് ക്യാരറ്റ് ഓൾസോ, എല്ലാം കൂടി നമ്മൾ മിക്സിംഗ് ബൗളിലേക്ക് ഇടുക. ഒരു ബേസിൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇടുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് എല്ലാം കൂടി ഇങ്ങനെ ടോസ് ചെയ്യുന്നു. നമുക്ക് അതിൻ്റെ അത് കുറച്ച് സീസൺ ചെയ്യാം. ലെമൺ ജ്യൂസ്, ഒരു ലെമണിൻ്റെ 3 വെജ്ജസ് ആക്കി അത് ഇട്ട് കൊടുക്കുകയാണ്. നല്ലൊരു ആപ്പിളിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവില്ല ലെമൺ ഒഴിക്കുമ്പോഴും, അതുപോലെ നല്ലൊരു ഫ്ലേവർ കിട്ടും, ടേസ്റ്റും കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് സോൾട്ട് ഇടാം. സോൾട്ട് ഒരു ടീസ്പൂൺ സോൾട്ട് മതി, കാരണം ഇതിൽ നമ്മൾ മയോ ആഡ് ചെയ്യും, മയോയിൽ സോൾട്ട് ഉണ്ടാവും, ഇട്ടിട്ടില്ല. ഓക്കെ, അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഫ്രഷ്ലി ഗ്രൗണ്ട് പെപ്പർ അല്ലെങ്കിൽ വൈറ്റ് പെപ്പർ ഇടാം. ഇത് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വെജിറ്റേറിയൻകാരാണെങ്കിൽ നമുക്ക് ഇപ്പോൾ മയോ വേണ്ടത്തവർക്കാണെങ്കിൽ ഇങ്ങനെയും സെർവ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതൊരു പോർഷൻ ഇങ്ങനെ സെർവ് ചെയ്യാൻ പറ്റും, ഇത്തിരി ഇതായിട്ട് അക്കമ്പനിമെൻ്റ് ആയിട്ട്. ഓക്കെ, ഇനി മയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ക്രീമി ഫീൽ കിട്ടും, നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇടാൻ പോണത് മയോണൈസാണ്. ഇതിപ്പോൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം, വെജിറ്റബിൾ മയോണൈസ്. ഓക്കെ, എഗ് മയോണൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ വെജ് ആകുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. അപ്രോക്സിമേറ്റ്ലി ഒരു 80 ഗ്രാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയും വെജിറ്റബിൾസിന്. വീണ്ടും അതിനെ ടോസ് ചെയ്യുക. കണ്ട, മയോ ചെന്നപ്പോൾ ഒരു ക്രീമിഷ്നെസ് ഫീൽ വന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കിത് സൈഡ് ഡിഷായിട്ട് കൊടുക്കാം. ഫിഷിൻ്റെ കൂടെ, സാൻഡ്വിച്ചിൻ്റെ കൂടെ, ബർഗറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാത്. വേണ്ട. ഓക്കെ, സോ നമ്മുടെ കോൾസ്ലോ റെഡി ആയി കഴിഞ്ഞ്, സോ ഇതിനെ നമ്മൾ പ്ലേറ്റിംഗ് ചെയ്യാം. കുറച്ച് മയോ നമ്മളിതുപോലെ ഇട്ടിട്ട് ഇതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കോൾസ്ലോ സാലഡ്, ഓക്കെ, അത് വളരെ ഭംഗിയായിട്ട്, വളരെ നല്ല രസമായിട്ട്, ടേസ്റ്റി ആയിട്ട് ചെയ്തു. അത് കൂടുതലും നമ്മൾ സെർവ് ചെയ്യുന്നത് അക്കമ്പനിമെൻ്റ് ആയിട്ടാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു സാലഡാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, വീണ്ടും ഒരു അടുത്ത എപ്പിസോഡ് വരെ കാണാം. ഷെഫ് ജോഷി സൈനിങ് ഓഫ്.